मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। कबड्डी 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 സബാഷ്, कबड्डी സബാഷ് ആണി. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. कबड्डी 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 അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ ലൈൻ ടച്ച്. ഔട്ട്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ലൈൻ ഞാനാ ടച്ച് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളാ ജയിച്ചത്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. കഴുതേ, സൈഡിലുള്ള ലൈനാ നീ ടച്ച് ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലൈൻ ടച്ച് ചെയ്തല്ലോ. നീ ടച്ച് ചെയ്യേണ്ടത് മിഡിൽ ലൈൻ ആണ് കഴുതേ. എന്നാ മിഡിൽ ലൈൻ മാത്രം ഇവിടെ വരച്ചു വെച്ചാ പോരെ? എന്തിനാ ഇത്ര ലൈൻ വരച്ച് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യുന്നത്? നാളെ നമ്മൾ എല്ലാവരും കൂടി അമ്മാവന്റെ വീട്ടിലേക്ക് പോവാൻ പോവുകയാണ്. കൊള്ളാം, ആഹാ. അടിപൊളിയായിരിക്കും. അവിടെ നമുക്ക് ബണ്ടിയെയും കാണാൻ പറ്റും. അല്ല, ആരാണ് ഈ ബണ്ടി? എന്റെ അമ്മാവന്റെ മകനാണ്. നാളെ അമ്മാവന്റെ വീട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്? നിന്റെ അമ്മാവന്റെ വീട്ടിലേക്കല്ല, നാളെ എന്റെ അമ്മാവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നാളെ രാവിലെയാണ് പോകുന്നത്. എല്ലാവരും തയ്യാറായിക്കൊള്ളണം. ശരി മാഡം, ഞങ്ങൾ സണ്ണിയുടെ ടീമിനെ തോൽപ്പിച്ചിട്ട് വന്നേക്കാം. ആ. Correct ആയിട്ട് പിടിക്ക് സോർദാർ. സണ്ണി ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല. ശരിക്ക് പിടിക്ക്. നീ എന്താ ഈ കാണിച്ചത്? ലൈൻ മായ്ച്ചു കളഞ്ഞതാ. ഇനി സണ്ണിക്ക് ലൈൻ ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ, ഈ കഴുതയോടൊപ്പം ഞങ്ങൾ ഇനി കളിക്കില്ല. നമുക്ക് മതിയാക്കാം സണ്ണി. ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലേക്ക് പോവുക, അതുകൊണ്ട് ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനുണ്ട്. മാഡം, അകത്ത് വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇത് അമ്മാവന്റെ കോളിംഗ് ബെല്ലിന്റെ സൗണ്ടാ. അദ്ദേഹം ഒരു മേജർ അല്ലേ? വെൽക്കം വെൽക്കം. അപ്പൊ ഇതാണല്ലേ നിന്റെ പെറ്റ്സ്? ഇവര് കൊള്ളാലോ. റോക്കി, ഇവൻ റോക്കിയാണ്, എന്റെ മകനാ. ഹായ്, സുഖാണോ? നിങ്ങൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടും. റോക്കി, നിന്റെ ജോഗിങ്ങിന്റെ സമയമായി. ഇവരെയും കൊണ്ടുപോയിക്കോ, സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. സർ, ഈ മണ്ണ് എന്റെ മാതാവാണ്. ആ മാതാവിന്മേൽ സത്യമായി പറയുന്നു, ഇവർക്ക് ഞാൻ ഈ സിറ്റി കാണിച്ചു കൊടുക്കും. വരൂ. ഡിന്നർ ടൈമിൽ എല്ലാവരും തിരിച്ചു വരണം. ഓക്കെ? ഓക്കേ. അമ്മാവാ, റിട്ടയർമെന്റിന് ശേഷം ഈ ജീവിതം എങ്ങനെ പോകുന്നു? ശമ്പളം കിട്ടാതൊഴിയെ വേറെ മാറ്റമൊന്നുമില്ല. ജീവിതം ഇപ്പോഴും മേജറിനെ പോലെ തന്നെ. റോക്കി, ജോഗിങ് ചെയ്യാനുള്ള ജോഗസ് പാർക്ക് എവിടെയുള്ള? പാർക്കിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഈ മണ്ണിന്റെ മാതാവാണ്. ഇതിൽ കൂടെ തന്നെയാ ഓടേണ്ടത്. നമുക്ക് സിറ്റി ഓർ റൗണ്ട് അടിച്ചു ഓടി വരാം. ആ, 20 കിലോമീറ്ററിലേ ഉള്ളൂ. സർ, ഞങ്ങൾ 2 കിലോമീറ്റർ ഓടുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ എങ്ങനെ 20 കിലോമീറ്റർ ഓടാൻ കഴിയും? സാറിന്റെ ഓർഡറാ. പറയുന്നത് ചെയ്യണം, അല്ലെങ്കിൽ 2000 പുഷപ്പ് എടുക്കേണ്ടി വരും. ഓക്കെ? ഓ എന്റെ അമ്മച്ചി. നമുക്ക് ഓടാം. ഞാൻ സോർദാറിന്റെ തോളിന്റെ പുറത്തിരുന്ന് വന്നോളാം. സംശയമുണ്ടോ? നീ 20 കിലോമീറ്റർ ഓടണം, അല്ലെങ്കിൽ രാത്രി മുഴുവൻ നീ 2000 പുള്ളപ്പ് എടുക്കേണ്ടി വരും. വീടിന് ഇനി എത്ര ദൂരമുണ്ട്? 5 കിലോമീറ്റർ. വൗ, ഇപ്പൊ തന്നെ 12 കിലോമീറ്റർ ആയി. ആ, ഇല്ല, 5 കിലോമീറ്റർ. ഇനി ഒരു 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ 10 കിലോമീറ്റർ തിരിച്ചു ഓടണം. ഓടിക്കോ. എടേ സോർദാറെ, നിഴലിൽ കൂടെ ഓടറേ. വല്ലാത്ത ചൂട്. ആ, ഇപ്പൊ കൊള്ളാം. നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. സംശയമുണ്ടോ? ഈ മണ്ണിന്റെ മാതാവാണ്. അതിന്റെ പുറത്തൂടെ ഓട്, ഇല്ലെങ്കിൽ അറിയാം. 2000 പുള്ളപ്പ് എടുക്കണം. ഞാൻ ഓടാം. ചേട്ടായി, പെട്ടെന്ന് 2 ഇളനീരെടുക്ക്.
അടിച്ചു പൊളിച്ചു തിമിർത്തു വഴി തീർന്നു പോയെന്നാ തോന്നുന്നത്. വഴി തീർന്നു പോയിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഹഡൽ റേസ് തുടങ്ങാൻ പോവുക. എല്ലാരും നന്നായിട്ട് ചാടണം. ഇതൊന്നും ശരിയാവില്ല. ഇതൊരിക്കലും ശരിയാകില്ല. സാറിന്റെ പണിഷ്മെന്റ് വേണോ? ആലോചിക്ക്. 2000 പുള്ളപ്പ. എന്റെ അമ്മച്ചി. സാർ എന്നെ അതുപോലെ അങ്ങ് അപ്പുറത്താക്ക്. ഇനി വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് സിറ്റി കണ്ടുകൊണ്ട് തന്നെ ഓട്. എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. അമ്മച്ചി വീട്ടിലെത്തുന്ന എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും വീടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ പ്ലീസ്? മടിയന്മാര്, ഈ മണ്ണിന്റെ മാതാവാണ്. ഞങ്ങള് കുറച്ചു നേരത്തെ കൂടെ മാതാവിന്റെ പുറത്ത് ഒന്ന് കിടന്ന് വിശ്രമിച്ചോട്ടെ. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ. സാലാഡോ? 20 കിലോമീറ്റർ ഓടിയ ശേഷം സാലാഡോ? വേറെന്താ കഴിക്കാം? എന്റെ അമ്മാവന്റെ വീട്ടിൽ രാവിലെ സ്പ്രൗട്ട്സ് പിന്നെ രാത്രിയിൽ സാലഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇതൊക്കെ ബലിയാട് കഴിക്കുന്ന ആഹാരമാണ്. ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നും ഇത്രക്ക് ആരോഗ്യം. ആരോഗ്യേ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. അങ്ങേക്കാൾ കൂടുതലുണ്ട് അമ്മാവാ. എന്നാ ശരി, നാളെ തന്നെ നമുക്ക് ബംഗ്ലാവിന്റെ പുറകിൽ മത്സരിക്കാം. ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രമേ കഴിക്കാവൂ. നിങ്ങൾ ജയിച്ചാൽ പിന്നെ ബ്രൗണി, ഡോണറ്റ്സ്, കേക്ക് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ? നാളെ 5 മണിക്ക് ബംഗ്ലാവിന്റെ പുറകിൽ വെച്ച് കാണാം. ഓക്കെ? 5 മണി വേണ്ട. പിന്നെ നിങ്ങൾ ഡിന്നറിനും സ്പ്രൗട്ട്സ് തന്നെ വിളമ്പും. ഞങ്ങൾ ഡിന്നറിന് ഒരു കേക്കും ഡോണറ്റുമാണ് കഴിക്കുന്നത്. രാവിലെ കുറച്ച് നേരത്തെ വരണേ പ്ലീസ്. ഏയ്, സാറ് പറഞ്ഞത് രാവിലെ 5 മണിയാ. ഇതെന്താണ് സാർ? കോമ്പറ്റീഷൻ ഏരിയ. ഇതിന് താഴെ കൂടെ ഇഴഞ്ഞു നീങ്ങി ഈ നെറ്റിൽ കൂടെ മുകളിൽ കയറി അപ്പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് ആ ചെളിവെള്ളത്തിൽ വീഴാതെ മറികടന്ന് ആദ്യം ഫ്ലാഗ് കയ്യിലെടുക്കുന്നവർ വിജയിച്ചു. അമ്മാവാ, ഈ പ്രായത്തിൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഏജിൽ എന്തിരിക്കുന്നു? ആർമി മാൻ ഒരിക്കലും വയസ്സനാകില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ജവാൻ എന്ന് പറയുന്നത്. ഏയ്, വേഗം നിങ്ങൾ തയ്യാറായിക്കോ. എനിക്കും സ്പ്രൗട്ട്സും സലാഡും ഇഷ്ടമാണ്. എനിക്ക് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. സംശയമുണ്ടോ? എന്നാൽ ശരി, മറ്റുള്ളവർ മത്സരിക്കട്ടെ. രക്ഷിക്കണേ സാർ, രക്ഷിക്കണേ സാർ. ഏയ്, ഈ മണ്ണിന്റെ മാതാവാണ്. മാതാവിനെ നോവിക്കാതെ നടക്ക്. കൊച്ചളിയ എല്ലാം തലകുത്തനായടാ. ഒന്നും തലകുത്തനെ ആയിട്ടില്ല. തലകുത്തനെ നിൽക്കുന്ന നീയാ. നേരെ നിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ കേക്ക് തെറ്റി ഇതോടെ തീരും. സംശയമുണ്ടോ? Come on, Bunny. Come on. ഞാൻ ജയിച്ചു. കലക്കി അമ്മാവാ. അമ്മാവൻ ഇന്നും പഴയതുപോലെ ഫിറ്റ് തന്നെയാണ്. യെസ്, പക്ഷെ നിന്റെ പെറ്റ്സ് ഒന്നും ഫിറ്റ് അല്ല. ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ.
ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം. ഇനിയും ഒരു മാസത്തേക്ക് ഇവരൊക്കെ എന്റെ അടുക്കൽ തന്നെ നിൽക്കട്ടെ. ഇവരെ ഞാൻ ഫിറ്റ് ആക്കാം. കൊച്ചളിയാ. കൊച്ചളിയാ. അമ്മേ, എന്റെ അമ്മേ, എനിക്ക് വയ്യ. ഇനി ഒരു മാസത്തേക്ക് നിങ്ങൾ എന്നോടൊപ്പം താമസിക്കും. എന്നോടൊപ്പം കളിക്കാം.